Hi everyone. So today we are going to talk about the common errors, the unit 8 common errors. So there are numerous large number of errors we make during our communication, during our interaction, during our phone call, during our daily routines. So how these common errors happen? These common errors happen due to the influence of our mother tongue, due to the wrong pronunciation, due to mispronunciation. So that is something we have to focus on this particular unit. അവിടെയാണ് നമ്മൾ ഈ യൂണിറ്റ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി ഏരിയകളിലായിട്ട് നമ്മൾ കോമൺ ആയിട്ട് പല വേർഡ്സും മിസ്പ്രൊനൗൺസ് ചെയ്ത് പോവാറുണ്ട്, മിസ്യൂസ് ചെയ്ത് പോവാറുണ്ട്. അത് നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതോടുകൂടെ നമ്മൾ നിർത്തലാക്കണം എന്നുള്ളതാണ്. നമ്മുടെ യൂണിറ്റ് എന്ന് എടുത്തിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നമുക്ക് വളരെ അറിഞ്ഞിരിക്കൽ നിർബന്ധമായിട്ടുള്ള കോമൺ എറേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീനിൽ കാണുന്ന പോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ. ഇതൊരു കോമൺ എററാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഐ ഡിസ്കസ്ഡ് അബൌട്ട് യു, she discussed about me, we discussed about you. ഈ എബൌട്ട് എന്ന് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എബൌട്ട് എന്ന് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഡിസ്കസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ചർച്ച ചെയ്യുക എന്നാണ്. ഞാൻ ആ വിഷയത്തെ ചർച്ച ചെയ്തു, ഞങ്ങൾ ഈ തീരുമാനത്തെ ചർച്ച ചെയ്തു, ഞങ്ങൾ ആ പ്രശ്നത്തെ ചർച്ച ചെയ്തു, അവനും അവളും തമ്മിലുള്ള ബോണ്ടിനെ ഞങ്ങൾ ചർച്ച ചെയ്തു. കുറിച്ച് എന്ന് പറയേണ്ട ആവശ്യമില്ല, എബൌട്ടിന്റെ ആവശ്യമില്ല. ഡിസ്കസ് എന്നുള്ള വേർഡ് തന്നെ ആ മീനിങ് കൺവേഡ് ആണ്, ചർച്ച ചെയ്യുക എന്നുള്ളത്. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു കോമൺ എററാണ് മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ എപ്പോഴും ഷീ ഡിസ്കസ്ഡ് എബൌട്ട് ദി ഇഷ്യൂ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഹി ഡിസ്കസ്ഡ് എബൌട്ട് എന്ന് ചേർക്കേണ്ട ആവശ്യമില്ല. ഷീ ഡിസ്കസ്ഡ് ദ ഇഷ്യൂ, ഹി ഡിസ്കസ്ഡ് ദ ഇഷ്യൂ, അത് മാത്രം മതിയാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല ആളുകളും പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഹീസ് മോർ ടോളർ, ഹീസ് മോർ ബെറ്റർ. അങ്ങനെ മോർ ബെറ്റർ, മോർ ടോളർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹീസ് ബെറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കമ്പാരിറ്റീവ് ഫോം ആണ്, ഇവിടെ കമ്പയർ ചെയ്യാണ്. ഓക്കെ, ബെറ്റർ ആണ് അല്ലെങ്കിൽ ടോളർ ആണ്, അവനേക്കാളും ടോളർ ആണ്. പിന്നെ അവിടെ ഹീസ് മോർ എന്നുള്ള ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊരു കോമൺ എററാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയാറുണ്ട്, ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ, ഐ ഹാവ് സീൻ ദ മൂവി യെസ്റ്റർഡേ. പക്ഷെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. നിങ്ങൾ പ്രസന്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ പാസ്റ്റ് അതായത് ഐ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ എന്ന് പറയാം, ഐ വാച്ച്ഡ് എ മൂവി ഇൻ 2022 എന്ന് പറയാം. അതായത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ടൈം മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ടൈം മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ടൈം യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫിനിഷ്ഡ് ആക്ഷൻ പറയുകയാണ്, അല്ലെങ്കിൽ ടൈം യൂസ് ചെയ്യാതെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. അതായത് ഹാവ് ഹാസ് വെച്ചിട്ട്. അതല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ എവിടേക്കെയോ സമയം യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഐ ഗ്രാജുവേറ്റഡ് ഫ്രം ദിസ് യൂണിവേഴ്സിറ്റി ഇൻ 2020 എന്ന് പറയുന്നതിന് പകരം ഐ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം ദിസ് യൂണിവേഴ്സിറ്റി ഇൻ 2020 എന്ന് പറയാൻ പാടില്ല. ഐ ഹാവ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇയർ പറയരുത്, ടൈം നിങ്ങൾ മെൻഷൻ ചെയ്യരുത്, സ്പെസിഫൈ ചെയ്യരുത്. അതിന്റെ റൂളാണ്. അപ്പൊ ഇവിടെ ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ എന്ന് പറയാൻ പാടില്ല. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ അവനെ കണ്ടു. കാരണം നിങ്ങളവിടെ ടൈം സ്പെസിഫിക്കലി പറയാണ്, ഇന്നലെ നിങ്ങളൊരു സമയമാണല്ലോ. അപ്പൊ ഇന്നലെ എന്നുള്ളൊരു സമയം നിങ്ങൾ സ്പെസിഫിക്കലി പറയുമ്പോൾ പിന്നെ നിങ്ങൾ അവിടെ പോയിട്ട് ഹാവ് എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ മതി. ഇനി നിങ്ങൾ ഇന്നലെ എന്ന് പറയുന്ന സമയം നിങ്ങൾ മെൻഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ്റ്റർഡേ എന്ന് ഒഴിവാക്കാം, ഐ ഹാവ് മെറ്റ് ഹിം എന്ന് പറയും. അത്രയുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു സംഭവമാണ്, നിങ്ങൾക്കറിയാം, ഈ സെന്റർ അതുപോലെ മിഡിൽ എന്ന് പറയുന്ന ഈ രണ്ട് വേർഡ്സ് പലരും മിസ്
മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ ഐ തിങ്ക് ഗെറ്റ് കൺഫ്യൂസ്ഡ് വെൻ ദേ യൂസ് ദീസ് ടു വേർഡ്സ്, മിഡിൽ ആൻഡ് സെന്റർ. സോ ഇവിടെ എക്സാക്ട്ലി ദ യൂസ് ഓഫ് മിഡിൽ ആൻഡ് സെന്റർ. മിഡിൽ എന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളുടെ നടുക്ക് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ മിഡിൽ എന്ന് യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോക്കൂ, ബിറ്റ്വീൻ ടു സൈഡ്സ്, രണ്ട് സൈഡ്സിന്റെ മിഡിൽ ആവുമ്പോൾ മാത്രമാണ് നിങ്ങൾ മിഡിൽ എന്ന് യൂസ് ചെയ്യുക. നേരെ മറിച്ച് ഒരു എക്സാക്ട് സെന്റർ, ഒരു എക്സാക്ട് പോയിന്റ് ആണ് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിഡിൽ എന്ന് യൂസ് ചെയ്യരുത്, അത് സെന്റർ ആണ്. ഒരു എക്സാക്ട് സെൻട്രൽ പോയിന്റ് ഉണ്ട്, ഒരു മധ്യത്തിൽ വരുന്ന, ഓക്കെ, നടുവിൽ വരുന്ന ഒരു പോയിന്റ് സ്പെസിഫിക്കലി നിങ്ങൾ ഫോക്കസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സെന്റർ പോയിന്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കണം. സെന്റർ എന്ന് പറയുന്നത് സർക്കിൾ ആണ്, മിഡിൽ എന്ന് പറയുമ്പോൾ റോഡ്, റൂം, ഒക്കെ അതിന്റെ ഒക്കെ നടുവിൽ വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതിന്റെ ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വിദ്യ. അതോടെ നോക്കൂ, നിങ്ങൾ സർക്കിൾ ഹാസ് എക്സാക്ട് സെന്റർ പോയിന്റ്. ഓക്കെ, ഒരു സർക്കിളിന് ഒരു എക്സാക്ട് സെന്റർ പോയിന്റ് ഉണ്ടല്ലോ. ഒരു സർക്കിൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എക്സാക്ട് സെന്റർ പോയിന്റ് ഉണ്ട് നടുവിൽ. ഓക്കെ, ഹി സ്റ്റാൻഡിങ് ഇൻ ദ സ്റ്റാൻഡ് ഇൻ ദ സെന്റർ ഓഫ് ദ സർക്കിൾ. നോക്കൂ, ഫോർ എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ, ഹി ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ്. അവനൊരു റോഡിന്റെ മിഡിൽ നിൽക്കുകയാണ്. അപ്പൊ രണ്ട് റോഡിൽ നിങ്ങൾക്കറിയാം, ഈ വഴിക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് പോകണം, അവിടെ നിന്ന് വരുന്ന ആളുകൾ ഈ വഴിക്ക് തൊട്ടപ്പുറത്ത് വഴിക്ക് വരും അല്ലെ. ഇതാണ് റോഡ് എന്ന് പറയുന്നത്. ഈ റോഡിന്റെ നടുക്കെയാണ് ഒരാൾ നിൽക്കുന്നത്. അപ്പൊ ഐ ആം സ്റ്റാൻഡിങ് ഇൻ ദ മിഡിൽ ഓഫ് എ റോഡ് എന്നാണ് പറയാം. ഐ ആം സ്റ്റാൻഡിങ് ഇൻ ദ സെന്റർ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ റോഡ് ഹാസ് ടു സൈഡ്സ് മിഡിൽ. അടുത്തൊരു സെന്റൻസ് നോക്കൂ, ദ ടേബിൾ ഈസ് ഇൻ ദ മിഡിൽ ഓഫ് ദി റൂം. ടേബിൾ ഈ റൂമിന്റെ മിഡിലാണ്. ഓക്കെ, അപ്പൊ റൂമിന് 4 വാൾസ് ഉണ്ട്, അതിന്റെ മിഡിലാണ് എന്ത് വരുന്നത്, ടേബിൾ വരുന്നത്. അതെല്ലാം എക്സാക്ട് സെന്റർ ആയിക്കോളുന്നില്ല, ഒരു രണ്ട് സൈഡ്സിന്റെ ബിറ്റ്വീൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ ഈ ഒരു മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ രണ്ട് കാര്യങ്ങൾക്കിടയിൽ വരുമ്പോഴാണ് നമ്മൾ മിഡിൽ നിന്ന് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ എവിടെയാണ് നമ്മൾ കോസ് എന്ന് പറയുന്ന വേർഡ്, എവിടെയാണ് നമ്മൾ റീസൺ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, നമ്മൾ കോസ് എന്ന് പറയാം, ഇറ്റ് പ്രൊഡ്യൂസസ് ദ റിസൾട്ട്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, ഒരു കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, നമ്മൾ വിവരിക്കുകയാണ്, ആണ് നമ്മൾ റീസൺ എന്ന് പറയാം. ഇപ്പൊ കോസ് എന്ന് പറഞ്ഞാൽ റിസൾട്ടാണ്. ഓക്കെ, റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കൂ, ഷീ ഹാസ് എ ഗുഡ് റീസൺ ടു ബി ആംഗ്രി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും അല്ലെ. ഷീ ഹാസ് എ ഗുഡ് റീസൺ ടു ബി ആംഗ്രി. അവൾക്ക് ആംഗ്രി ആവാനുള്ള വലിയൊരു റീസൺ ഉണ്ട്. ഷീ ഹാസ് എ ഗുഡ് റീസൺ ടു ബി ആംഗ്രി. അവൾക്ക് ആംഗ്രി ആവാനുള്ള, അല്ലെങ്കിൽ അവൾക്ക് ദേഷ്യം പിടിക്കാനുള്ള ഒരു റീസൺ ഉണ്ട് എന്ന് പറയാണ്. ഷീ ഹാസ് എ ഗുഡ് റീസൺ ടു ബി ആംഗ്രി. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തിനാണ് അവള് ആംഗ്രി ആകുന്നത്, എന്തിനാണ് അവള് ദേഷ്യം പിടിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് അല്ലെ. അതാണ് നമ്മളിവിടെ റീസൺ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ, ദ കോസസ് ഓഫ് ഫ്ലഡ്സ്, വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ. ഓക്കെ, ദ കോസസ്, അവിടെ നമ്മൾ വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു കോസ് ആയിട്ടാണ് പറയുന്നത് അല്ലെ. അതിന്റെ റിസൾട്ടാണ് നമ്മൾ പറയുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു സെന്റൻസ് നിങ്ങൾ നോക്കൂ, ഇവിടെ റീസൺസ് ഫോർ ഡിലേയുടെ കാരണങ്ങൾ. അവിടെ നമ്മൾ എക്സ്പ്ലനേറ്ററി ആണ്, കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അല്ലെ. അപ്പൊ റീസണും അതുപോലെ കോസും, ഈ രണ്ട് വേർഡും വ്യത്യാസമുണ്ട്. കോസ് എന്ന് പറയുമ്പോൾ അത് റിസൾട്ട് ഓറിയന്റഡ് ആണ്. നമ്മൾ റിസൾട്ട് പറയുമ്പോഴാണ്, ഇതിന്റെ ഔട്ട്കം പറയുമ്പോൾ കോസ് യൂസ് ചെയ്യാം. റീസൺ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ എന്തെങ്കിലും കാര്യം എക്സ്പ്ലനേറ്ററി ആയിട്ട് വരുമ്പോൾ, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ റീസൺ യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് വേർഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാറുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പൊ അടുത്ത് നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു കോമൺ എററാണ് ഹൗസും ഹോം. പലരും പറയാറുണ്ട്, ഐ ഹാവ് എ വെരി ലവ്ലി ഹൗസ്. ഓക്കെ, അതൊരു ഹോം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ
നമ്മുടെ ഫാമിലി ബിലോങ്ങിങ്, നമ്മുടെ ഒരു ബന്ധം, അതിനൊക്കെ അളക്കുന്ന രീതിയിൽ നമ്മൾ പറയുകയാണ് നമ്മൾ ഹോം എന്നാണ് പറയേണ്ടത്. അവിടെ ഹൗസ് അല്ല. ഹൗസ് എന്നാണ് ജസ്റ്റ് ഒരു ബിൽഡിങ്, ഇത്രയേ ഉള്ളൂ, ഒരു കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഹൗസ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ആണ്. ഫാമിലി എന്ന് പറഞ്ഞൊരു ഫാമിലി ഒരു പ്ലേസ് ആണ്. നമ്മൾ ബിലോങ്ങിങ്, ഒരു സ്നേഹം, വാത്സല്യം എല്ലാം കിട്ടുന്ന, കെയറിങ് കിട്ടുന്ന ഒരു സ്ഥലം. നമ്മുടെ കുടുംബങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഫാമിലി, വെൻ വി തിങ്ക് അബൌട്ട് ഫാമിലി, ഹോം കംസ് ടു യുവർ മൈൻഡ്. But when we think about the structure, the infrastructure, house comes to your mind. അതിന്റെ ബിൽഡിങ്, ആ വീട് അങ്ങനെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ അതിന്റെ രൂപം, അതിന്റെ ഘടനയൊക്കെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൗസാണ്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ റെന്റഡ് എ ഹൗസ്. അവിടെ ഒരു വീട് വാടക എടുത്തു. അത് റെന്റിങ് ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിനെ കുറിച്ചാണ് അത് പറയുന്നത്. ഇവിടെ നോക്കൂ, അടുത്ത എക്സാമ്പിൾ. ഹി വെന്റ് ഹോം. അവൻ വീട്ടിൽ പോയി. അപ്പൊ അവിടെ ഈ വെന്റ് ഹോം, വീട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിക്കുള്ള, ഓക്കെ, അവന്റെ ഫാമിലിക്കുള്ള നല്ലൊരു സ്ഥലത്തോട്ട് പോകും. ഓക്കെ, അടുത്ത് ദേ ബിൽറ്റ് എ ന്യൂ ഹൗസ്. അവരൊരു പുതിയ ബിൽഡിംഗ്, അവരൊരു പുതിയൊരു വീട് ഉണ്ടാക്കി. ഒരു ബിൽഡിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ഒരു സെന്റൻസ് ആണ് അടുത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഹാബിറ്റും കസ്റ്റം. എന്താണ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹാബിറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ ആണ്. നമ്മളിപ്പോ എന്റെ ശീലങ്ങളൊക്കെ പറയുകയാണ്, അത് ഹാബിറ്റ്സ് ആണ്. നേരെ മറിച്ച് ഞാനൊരു സൊസൈറ്റിയുടെ ശീലങ്ങൾ പറയുകയാണെങ്കിൽ, സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകളൊക്കെ പറയുന്നത് കസ്റ്റമാണ്. അപ്പൊ കസ്റ്റമും ഹാബിറ്റും കൂടെ നിങ്ങൾ കൂട്ടിക്കുവയ്ക്കരുത്. ഹാബിറ്റ് ഈസ് വെരി ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ്, whereas custom is very society focused, oriented. ഇപ്പൊ ഒരു പേഴ്സണെ കുറിച്ച് പറയണത് നിങ്ങൾ ഹാബിറ്റ് പറയും. ഒരു സൊസൈറ്റിയെ കുറിച്ച്, ട്രഡീഷനെ കുറിച്ചൊക്കെ പറയണത് നിങ്ങൾ കസ്റ്റം. നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച്, പരമ്പരാഗതമായിട്ടുള്ള ഘടനകളെ കുറിച്ച്, വ്യവസ്ഥകളെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ കസ്റ്റമാണ് യൂസ് ചെയ്യുക. ഒരു 2-3 എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ നോക്കൂ. ഹി ഹാസ് എ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്. അവന് പുകവലിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്, ശീലമുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ പേഴ്സണൽ ആക്ഷൻ ആണ് പറയുന്നത്, അവന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നേരെ മറിച്ച് മറ്റൊരു സെന്റൻസ് നോക്കും. ഇറ്റ് ഇസ് എ വെഡിങ് കസ്റ്റം. ഇത് ഇവിടെയുള്ള ഒരു കല്യാണത്തിന്റെ രീതി ഇങ്ങനെയാണ്, അതിന്റെ ഒരു പാരമ്പര്യം ഇങ്ങനെയാണ്, ഒരു ട്രഡീഷൻ ഇങ്ങനെയാണെന്ന് പറയാൻ പോവാണ്. അപ്പൊ അത് എന്താണ്? ഒരു സോഷ്യൽ പ്രാക്ടീസ് ആണ്, ഒരു സൊസൈറ്റൽ പ്രാക്ടീസ് ആണത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഘടനയാണത്, ഒരു പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്ന ഒരു ഘടനയാണത്. ഓക്കെ, ഒരു സോഷ്യൽ പ്രാക്ടീസ് ആണത്. ഓക്കെ, ഇറ്റ്സ് എ വെഡിങ് കസ്റ്റം എന്ന് പറയുമ്പോൾ. ഇനി ഷീ ഹാസ് എ ഹാബിറ്റ് ഓഫ് റീഡിങ്. അവൾക്ക് നന്നായിട്ട് വായിക്കുന്ന ഒരു ശീലമുണ്ട് പറയാം. ഷീ ഹാസ് എ ഹാബിറ്റ് ഓഫ് റീഡിങ്. അപ്പൊ അത് ഓൾസോ ഇറ്റ്സ് എ പേഴ്സണൽ ആക്ഷൻ ആണ്. അവളെ കുറിച്ച് സ്പെസിഫൈ ചെയ്തിട്ട് പറയുകയാണ്. ഷീ ഹാസ് എ ഹാബിറ്റ് ഓഫ് റീഡിങ്. അവൾക്ക് നന്നായിട്ട് വായിക്കുന്ന ഒരു ശീലമുണ്ട്. ഓക്കെ, ഇത്ര ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആണ്. കസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റൽ സെന്റേർഡ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു വേർഡ് വളരെ കോമൺ ആയിട്ട് ആളുകള് മിസ്യൂസ് ചെയ്യുന്നൊരു വേർഡാണ് പോം, അതുപോലെ പോയട്രി. നമ്മൾ പോം എന്ന് പറയാം, പോയം എന്നൊക്കെ പറയാം, പക്ഷെ പോം എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ, പോം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് പോമും അതുപോലെ പോയട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. പോം എന്ന് പറയുന്നത് ഒരൊറ്റ കവിതയാണ്, ഒരു സിംഗിൾ പീസാണ് പോം. ഓക്കെ, പോയട്രി എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് പോയംസ്. പോയട്രി എന്ന് പറയുന്നത് ഫോം ഓഫ് ലിറ്ററേച്ചർ ആണ് പോയട്രി. അപ്പൊ പോം എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് നോക്കണം. പോയട്രി എന്ന് പറയുമ്പോൾ ഓക്കെ, അതിൻ്റെ ഒരു ജനറൽ ഫോമിനെയാണ് നമ്മൾ പോയട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിവിടെ നോക്കൂ, ലേൺ 3 poems, 3 കവിതകൾ നിങ്ങൾ പഠിക്കും. അപ്പൊ നമ്മളവിടെ ഒരു കൗണ്ടബിൾ ആണ്, എണ്ണാൻ പറ്റും 3 കവിതകൾ എന്ന് പറയുമ്പോൾ. ഷീ ലവ്സ് പോയട്രി. അവൾക്ക് കാവ്യം ഇഷ്ടമാണ്. അതൊന്ന് മലയാളത്തിൽ അർത്ഥം വരിക, അവൾക്ക് കാവ്യം ഇഷ്ടമാണ്. അവിടെ നമ്മൾ ആ ഒരു ജനറൽ ആയിട്ട് പറയുകയാണ്, ആ ഒരു ഫോമിന് പറയാണ്. ഷീ ലൈക്സ് പോയട്രി, ഷീ റീഡ്സ് പോയട്രി, ഷീ എൻജോയ്സ് റൈറ്റിംഗ് പോയട്രി. അതൊക്കെ എന്താണ്? ആ ജനറൽ ആയിട്ടുള്ള ലിറ്റററി ഫോമിനെ കുറിച്ച് പറയും. ദിസ് ഫോം ഈസ് ബ്യൂട്ടിഫുൾ. അവിടെ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരൊറ്റ പീസ് പറയുന്നു. അപ്പൊ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. പോയം എന്നൊക്കെ പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ, പോയട്രി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം പറയുന്നത് പോയട്രി യൂസ് ചെയ്യാം. ഇനി നമുക്ക് എന്താണ് സീനും സീനറിയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം.
സീൻ എന്ന് പറയുന്ന വേർഡ് വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, വളരെ പ്രത്യേകം നമ്മൾ കാണുന്ന ഒരു സ്ഥലം എന്നാണ് സീൻ എന്ന് പറയാം. സീൻ ഊട്ടി പോകുമ്പോൾ ആ ഒരു സീന് കാണും. സീനറി എന്ന് പറയുമ്പോൾ നാച്ചുറൽ സറൗണ്ടിങ്സ് ആണ്. അത് നമ്മൾ സീനറിക്ക് വേണ്ടി യൂസ് ചെയ്യാം. സീനറി ജനറൽ വ്യൂ ആണ്. ഊട്ടി പോയാൽ അവിടെ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ സീനറി ഉണ്ട്, നാച്ചുറൽ സറൗണ്ടിങ് ഉണ്ട് അവിടെ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നാച്ചുറൽ സറൗണ്ടിങ് ഉണ്ട്, അതാണ് ജനറൽ വ്യൂവിനാണ് സീനറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്ര ഒരു എക്സാമ്പിൾ ആണ്. ഒന്ന് ഒരു സ്പെസിഫിക് പ്ലേസ് ആണ്, അത് സീനാണ്. ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറയുന്നതാണ്, അത് സീനറിയാണ്. ഓക്കെ, അടുത്തത് എന്താണ് ഗ്രൗണ്ടും ഫ്ലോറും തമ്മിലുള്ള വ്യത്യാസം? ഗ്രൗണ്ട്, ഇത് പലപ്പോഴും ആളുകൾക്ക് വരുന്ന ഒരു മിസ്റ്റേക്കാണ്, ഒരു കൺഫ്യൂഷനാണ്. ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ എർത്ത് ആണ്. ഗ്രൗണ്ട് ഔട്ട്സൈഡ് ദ എർത്ത് ആണ്, എർത്തിന് അപ്പുറത്താണ്, ഇതിന് പുറത്താണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദി റൂമാണ്. ഓക്കെ, ഇൻസൈഡ് ദി റൂമാണ് ഫ്ലോർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ, അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഓക്കെ, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ ആണ്, ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇൻഡോർ ആണ്. ഒരു എക്സാമ്പിൾ നോക്കൂ, ചിൽഡ്രൻ സാറ്റ് ഓൺ ദി ഗ്രൗണ്ട്. ചിൽഡ്രന് ഗ്രൗണ്ടിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ അത് പുറത്തുള്ള കാര്യമാണ്. ബ്ലാങ്കറ്റ് ഓൺ ദ ഫ്ലോർ, ഫ്ലോറിൽ ബ്ലാങ്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് റൂമിന്റെ ഉള്ളിലാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഫ്ലോറിലാണ്. ഓക്കെ, ഒരു ഡൈനിങ് ഹാളിലോ ഒരു റൂമിലോ ഒരു പിന്നെ വീട്ടിലോട്ട് വരുന്ന ആളുകൾ ഇരിക്കുന്ന ആ റൂമിൽ, ഏത് റൂമോ ആവാം, ആ ഒരു റൂമിന് താഴെയുള്ളതിന് നമ്മൾ ഫ്ലോർ എന്ന് പറയാം. ഹീ ഫെൽ ഓൺ ദി ഗ്രൗണ്ട്, അവന് ഗ്രൗണ്ടിൽ ഇരുന്നു. അപ്പോൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് പുറത്ത്, ഔട്ട്സൈഡ്, ഔട്ട്ഡോർ എന്നുള്ളൊരു മീനിങ് ആണ് തരിക. അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അടുത്തൊരു രണ്ട് വേർഡാണ് ബോറോ, അതുപോലെ ലെൻഡ്. ബോറോ എന്ന് പറയുമ്പോൾ നമ്മൾ കടം കൊടുക്കുന്നതിനാണ്, നമ്മൾ കടം വാങ്ങിക്കുന്നതിന് നമ്മൾ ബോറോ എന്ന് പറയും. ഓക്കെ, കടം കൊടുക്കുന്നതിനല്ല, കടം വാങ്ങിക്കുന്നതിനെ ബോറോ എന്ന് പറയാം. ലെൻഡ് എന്ന് പറഞ്ഞാലോ കൊടുക്കുന്നതിനാണ്. അത്ര വ്യത്യാസമുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കൂ, ഐ ബോറോഡ് എ ബുക്ക്, ഞാനൊരു ബുക്ക് വാങ്ങിച്ചു. ഞാൻ ബുക്ക് കടം വാങ്ങി എന്നർത്ഥം, ഞാനൊരു ബുക്ക് വാങ്ങിച്ചു. ഓക്കെ, ഐ ബോറോഡ് എ ബുക്ക്. ഓക്കെ, അപ്പൊ ടേക്കിംഗ് ഫ്രം സംവൺ എന്നുള്ള അർത്ഥം വരിക, ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതിനോട് പറയും. ഐ വിൽ ലെൻഡ് യു മൈ പെൻ, എന്ന് എനിക്ക് എന്റെ പെൻ തരാം. അത് നമ്മൾ വാങ്ങിക്കാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്, ഗിവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഷീ ബോറോഡ് മണി, അവള് എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു. ഷീ ബോറോഡ് മണി. ഇത്തരം ബോറോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, കടം വാങ്ങിക്കുകയാണ്. ലെൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, കൊടുക്കുകയാണ്.